ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ഷോപ്പിലേക്ക് വന്നാൽ ഞാൻ മാത്രമല്ല വേറെ ആളുണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചർ, ഇതാണ് കേട്ടോ ജസ്റ്റ് ടീച്ചർ. വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നേരെ മൂവാറ്റുപുഴയായിട്ട് വന്നാൽ അപ്പോൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറി മെറ്റീരിയൽസ് ഒക്കെ നോക്കണതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇത് കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ വേറെ കളറും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ വേറെ മെറ്റീരിയൽസ് തപ്പുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തപ്പി പക്ഷേ ലൈനിങ് മാത്രം കിട്ടിയില്ല. മിക്കവാറും അങ്ങനെയാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് കിട്ടി, നമുക്കൊരു മെറ്റീരിയൽ കിട്ടില്ല. അപ്പോൾ അതിന് വേറെ കടയിൽ പോയി എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചറും മെറ്റീരിയൽസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് ഇല്ലാത്തൊരു ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി നശിച്ചു പോയി. ഇനി പിന്നെ പോകാതിരിക്കാൻ തന്നെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോകുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയും പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. അത് പോയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല. പിന്നെ കുറേ നാൾ വിചാരിക്കും ബ്ലാക്ക് എടുക്കണമെന്ന്. പിന്നെ ഇന്നാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ഇട്ടു. എന്തോ ഫൈവുണ്ട് അതിൽ എനിക്ക് കിട്ടിയിട്ടോ. അപ്പം ടീച്ചർ ഈ ഒരു കളർ ഉണ്ടോ അത് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചുകൂടെ. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്ന് പൊരിഞ്ഞ മഴയായിരുന്നു. 1-2 സെക്കൻഡാണ് ഞങ്ങൾ ആ കടയിൽ നിന്നത് നിങ്ങൾ കണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, 1-2 മണിക്കൂറെങ്കിലും ആ കടയിൽ നിന്നിട്ടുണ്ടാവും ഒന്നും നോക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണല്ലോ. പിന്നെ തിരിച്ചു വരാൻ നേരത്തെ എൻ്റെ പൊന്നോ വെള്ളപ്പൊക്കം. അവിടെ ഒരു അമ്പലക്കുളമുണ്ട്, ഞാൻ ആദ്യം കാണിച്ചു തന്നെ. അവിടെയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. മൊത്തം എത്തി റോട്ടിക്കട മൊത്തം ഒഴുകുകയാണ്. ഇവിടെ മൊത്തത്തിൽ വലിയൊരു പാടാണ് കേട്ടോ. പിന്നെ വെള്ളം എവിടെ കണ്ടാലും പിന്നെ നമ്മൾ ചാടി ഇറങ്ങുമല്ലോ. ഞങ്ങൾ പതുക്കെ സ്കൂട്ടർ അവിടെ ഒതുക്കി കേട്ടോ. ഞങ്ങൾ 2 സ്കൂട്ടർ കൊണ്ടല്ല പോകുന്നത്. എൻ്റെ സ്കൂട്ടർ അവിടെ വെച്ചു, പിന്നെ ടീച്ചർ സ്കൂട്ടർ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെയായാലും പ്രാന്താണ്. പിന്നെ എൻ്റെ വൈബിന് പറ്റിയ ടീച്ചറെ കിട്ടിയോണ്ട് പിന്നെ കുഴപ്പമുണ്ട്. ഞങ്ങൾ രണ്ടും ഏകദേശം ഒരേ ഒരു വൈബായിരുന്നു. ഈ വെള്ളത്തിൽ കിടന്ന് ചാറാനും കിച്ചോട്ടിന് ഇപ്പോഴായിരിക്കും എൻ്റെ വീഡിയോ കണ്ട. മിക്കവാറും പൊങ്കാല ഇടും വീട് ചെല്ലുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു വിട്ടു. ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിൽ കയറിയില്ലെങ്കിൽ വീണ്ടും പനി പിടിച്ച് കിടക്കേണ്ടി വരും മഴ മൊത്തം കൊണ്ട്. മൊത്തത്തിൽ വെള്ളമുണ്ടോ, പാടത്തും വെള്ളം റോഡിലും വെള്ളം. ആൾക്കാരൊക്കെ ഞങ്ങൾ തന്നെ നോക്കുമോ ഈ പിള്ളേർക്ക് വട്ടാണെന്ന് വിചാരിച്ചോണ്ടിരുന്നേ. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഞങ്ങൾക്കൊരു കമ്പനിയായിട്ട് കൂടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര കളർഫുൾ പോപ്പിൻസ് കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ കളിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ജസ്റ്റ് വീഡിയോ വീണ്ടും കാണാം.